Hi, hello. I am Arun. Welcome to my YouTube channel and this is very first video in this channel. അത്ര കവറാക്കട്ടെ പറയുകയാണെങ്കിൽ ഈ ചാനലിലെ ആദ്യത്തെ വീഡിയോ ആയിരിക്കും ഈ വീഡിയോ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിൽ ഇങ്ങനൊരു വീഡിയോ ചെയ്യാനോ ഇങ്ങനൊരു യൂട്യൂബ് ചാനൽ തുടങ്ങാനോ ആരുടെയും മോട്ടിവേഷൻ ഉണ്ടോ, ആരെയും പുറകെ സപ്പോർട്ട് ചെയ്തുകൊണ്ടോ ഇങ്ങനെ തുടങ്ങണമെന്ന് പറഞ്ഞുകൊണ്ടോ ഒന്നുമല്ല. The sole reason is the Sony Alpha 6600 that I have purchased recently. കുറേ കാലമായിട്ടോ ഇങ്ങനൊരു ക്യാമറ സ്വന്തമായിട്ട് വേണം, ഫോട്ടോ എടുക്കാൻ വീഡിയോ എടുക്കാൻ എനിക്കൊരു ക്യാമറ വേണമെന്നുള്ള ഒരു ആഗ്രഹമൊക്കെ തുടങ്ങിയിട്ട് അതിനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് ദ ഈഗോ ഓവർ എക്സ്പെൻസീവ് ആണ്. അത് തന്നെയാണ്. എന്ന് വെച്ചാൽ ഈ ഐഫോണും സാംസങ്ങിൻ്റെ എസ് സീരീസിൽ വരുന്ന ഫോണുകളൊക്കെയാണ് ഇപ്പം എല്ലാവരുടെയും കയ്യിൽ, എല്ലാവർക്കും ഇച്ചിരി ക്യാഷൊക്കെ കയ്യിൽ വരുമ്പം മേടിക്കണമെന്ന് ആദ്യമേ മനസ്സിലേക്ക് വരുന്നത്. അതിൻ്റെ പ്രധാന കാരണം അതിൻ്റെ ക്യാമറ തന്നെയാണ്. അല്ലാതെ നമുക്ക് പറയാൻ പറ്റില്ല. ക്യാമറയാണ് എല്ലാവരും അതിൻ്റെ ഫ്രണ്ടിൽ കണ്ടാക്കുന്നത്. ബാക്കി പ്രൈവസിയും കാര്യങ്ങളൊന്നും അത്രത്തോളം എല്ലാവരെയും ബാധിക്കുന്നുള്ളത് നടക്കില്ല. എല്ലാവരെയും ബാധിക്കുന്നുള്ളത് എനിക്കറിയാം. ഒരുവിധം ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. എങ്കിലും അപ്പം എൻ്റെ കയ്യിൽ ഇതുപോലെ കുറച്ച് ക്യാഷ് വരും. 3-4 വർഷം മുന്നേ വന്നപ്പോഴും ഞാനിങ്ങനെയൊക്കെ ചിന്തിച്ചു. പക്ഷെ അപ്പോഴും എൻ്റെ മനസ്സിൽ ഒരു ക്യാമറ എന്ന പർപ്പസിന് ക്യാമറ തന്നെ മതിയല്ലോ. അതിന് നമുക്കൊരു നല്ലൊരു ക്യാമറ മേടിച്ചു കഴിഞ്ഞാൽ ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും നമുക്ക് നടക്കും. പിന്നെ കയ്യിൽ ഇത് കൊണ്ട് നടക്കാന്നുള്ളത് അറിയാം. പിന്നെ ഇത് ഐഫോണും ഇതൊക്കെ ഉപയോഗിക്കുന്നവർക്ക് അറിയാം ഇതിനകത്ത് സ്റ്റോറേജ് ഒക്കെ എത്ര പെട്ടെന്ന് ഫില്ലാവുന്നത്. നമ്മളൊരു ഫോട്ടോ നല്ലൊരു വീഡിയോ എടുത്താൽ ഇത് കൈ കൊണ്ടുവന്നത് എപ്പോഴും നല്ല 4K ഹയർ റെസൊല്യൂഷനിലൊന്നും എടുക്കാൻ ആർക്കും പറ്റത്തില്ല. എല്ലാവരും അതിന് മാത്രം സ്റ്റോറേജ് കൊണ്ടൊന്നും അല്ല ആരും നടക്കുന്നത്. എല്ലാവരും ഇത് എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വേറെ വലിയ ഹയർ സ്റ്റോറേജിലേക്ക് മാറ്റവും വേണം. അപ്പം ഞാൻ ആലോചിച്ചത് പിന്നെ ഒരു ക്യാമറ എങ്ങനെ എടുക്കാം, നമുക്ക് ആവശ്യമുള്ള നല്ല അത്യാവശ്യം നല്ല ക്ലാരിറ്റിയും കിട്ടാം. അതാണ് ഇപ്പം ഇന്ന് മേടിച്ചത്. എന്തായാലും ഒരു ക്യാമറ കൈ വന്നു. അപ്പം പിന്നെ ആലോചിച്ചു വൈ നോട്ട് എക്സ്പ്ലോർ യൂട്യൂബ് ചാനൽ. അങ്ങനെയാണ് ഈ ഒരു ചാനൽ തുടങ്ങിയതും ഈ ഒരു സെറ്റപ്പിൽ ഇപ്പോൾ വന്ന് നിൽക്കുന്നത്. സോ ലെറ്റ്സ് മൂവ് ഓൺ ടു ദ അൺബോക്സിംഗ്. അപ്പോൾ ഇതാണ് സോണി ആൽഫ 6600യുടെ ബോക്സ്. ഇതിനകത്ത് ബോഡിയാണ്, ക്യാമറയുടെ ബോഡിയാണ് ഉണ്ടാവുക. ഇതിന് റൈറ്റ് സൈഡിലേക്ക് വരുമ്പോൾ പ്രൈസ് ഡീറ്റെയിൽസ്, അതുപോലെ തന്നെ മാനുഫാക്ചറിങ് ഇയർ. അത് ഇത്രയും പ്രൈസൊന്നും വരത്തില്ല കേട്ടോ. ഇത് ഫ്ലിപ്കാർട്ടിൽ നമ്മൾ മേടിച്ച റേറ്റ് ഒരു 60,000 ബിലോ ആണ് ബോഡി മാത്രമായിട്ട്. പിന്നെ നമുക്ക് ഇതിനകത്ത് പ്രധാനപ്പെട്ട ഞാൻ ഈ ക്യാമറ മേടിക്കാനുള്ള കാരണം എന്ന് പറയുന്നത് ഇതിനകത്ത് 5 ആക്സിസ് സ്റ്റഡി ഷോട്ട് ഇൻസൈഡ് എന്ന് പറഞ്ഞ് എഴുതിയിരിക്കുന്നുണ്ട്. അതെന്ന് വെച്ചാൽ ഇൻബോഡി ഇമേജ് സ്റ്റെബിലൈസേഷൻ. അത് നോർമലി ഈ ഒരു റേഞ്ചിൽ വരുന്ന ക്യാമറകളിൽ സ്റ്റാർട്ടിങ് മോഡൽ ഇതാണ്. ഈ ക്യാമറയിലാണ് ഈ ഒരു ഇൻബോഡി ഇമേജ് സ്റ്റെബിലൈസേഷനൊക്കെ കിട്ടുള്ളൂ. ഇത് ആക്സറീസ് നമുക്ക് ഇതിനകത്ത് ആഡ് ചെയ്യാൻ പറ്റുന്ന ആക്സറീസും ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം ഇതിനകത്തുണ്ട്. അതെല്ലാം അവിടെ വ്യക്തമായിട്ട് ഫ്രണ്ടിൽ തന്നെ കാണാം. പിന്നെ നമുക്ക് ഓപ്പണിങ്ങിലേക്ക് പോവാം. ബോക്സ് ഓപ്പൺ ചെയ്യുമ്പം ഏറ്റവും അതിൻ്റെ കവറിങ്ങിൽ തന്നെ ആയിട്ട് നമുക്ക് ഈ പറഞ്ഞ മെമ്മറി കാർഡ് 64 GB മെമ്മറി കാർഡ് അറ്റാച്ച് ചെയ്ത് വെച്ചേക്കുന്നത് കാണാം. പിന്നെ ബോക്സിനകത്ത് ഒരുപാട് ബാക്കി പേപ്പേഴ്സും അതിൻ്റെ ഡീറ്റെയിൽസും ഇതിൻ്റെ വാറണ്ടിയുടെ ഡീറ്റെയിൽസ് 2 ഇയർ ഔട്ട് ഓഫ് ദി ബോക്സ് വരുന്നുണ്ട്. 1 ഇയർ നമ്മൾ ആൽഫ കമ്മ്യൂണിറ്റിയുടെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് അതിനകത്ത് രജിസ്റ്റർ ചെയ്യുമ്പോൾ പ്ലസ് 1 more ഇയർ, ടോട്ടൽ 3 ഇയർ ഒക്കെ നമുക്ക് വാറണ്ടിയൊക്കെ കിട്ടും. നമ്മുടെ ബോക്സ് ഓപ്പൺ ചെയ്യുമ്പം അതിനകത്ത് ഷോൾഡർ സ്ട്രാപ്പാണ് ആദ്യമായിട്ട് കിട്ടുന്ന ആക്സറി. ഇതെന്ന് പറയുമ്പം സോണിയുടെ തന്നെ ബ്രാൻഡഡ് ഷോൾഡർ സ്ട്രാപ്പാണ്. ഇറ്റ്സ് എ ഗുഡ് ക്വാളിറ്റി പ്രൊഡക്റ്റാണ്. നമുക്ക് ഇതിനകത്ത് തന്നെ സോണിയുടെ ബ്രാൻഡിങ്, ആൽഫ ബ്രാൻഡിങ് എല്ലാം കാണാൻ പറ്റും. ഇത് ടൈപ്പ് A to B ആണ്. A to B എന്ന് പറയുമ്പം B എന്ന് പറയുന്നത് ഒരു ഇച്ചിരി പഴയ മോഡലാണ്. C ഒക്കെയാണ് ഇപ്പോൾ എല്ലാവരുടെയും കയ്യിലുള്ളത്. പിന്നെ ഇതാണ് ഇതിൻ്റെ ഐ പീസ്. അതിന് മുകളിലിടുന്ന ഒരു ഹുഡ് ക്യാപ്പാണ്. പിന്നെ ഒരു ബാറ്ററി എന്ന് പറയുമ്പം ഇറ്റ്സ് എ ബിഗ് കപ്പാസിറ്റി ബാറ്ററി ദാറ്റ്സ് യൂഷ്വലി യൂസിങ് ഇൻ ഇതിൻ്റെ അഡാപ്റ്റർ ഉണ്ട്. അഡാപ്റ്റർ എന്ന് പറയുമ്പം ആക്ച്വലി സ്ലോ ആണ്. നല്ല ഒരു 3.5-4 hour എടുക്കും ഫുൾ ചാർജിങ് വേണമെങ്കിൽ. പിന്നെ ഇതാണ് അതിൻ്റെ മെമ്മറി കാർഡ്, കൂടെ തന്നെ വരുന്നത് 64 GB മെമ്മറി കാർഡ്. നെക്സ്റ്റ് ക്യാമറ ബോഡി. യെസ്, നമ്മൾ കാത്തിരുന്ന ക്യാമറ അതാണ് ഇപ്പോൾ നമ്മൾ എടുക്കാൻ പോകുന്നത്. ഇതെന്ന് പറയുമ്പം സോണിയുടെ ആൽഫ 6600 എന്ന് പറയുന്ന ക്യാമറ ബോഡിയാണ്. ഇതിനകത്ത് APS-C സെൻസർ 24.2 MP ആണ് വരുന്നത്.
ബാക്കി ഇതിനകത്ത് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ വളരെ ഹാൻഡിയാണ്, വളരെ സ്മോളാണ്. നമ്മളൊരു സ്മാർട്ട് ഫോണിൻ്റെ അത്ര പോലും വലുപ്പമില്ല, ഒരുമിച്ച് നോക്കുകയാണെങ്കിൽ അത്ര പോലും വലുപ്പം തോന്നാത്ത ഒരു സൈസേ ഉള്ളൂ. ചെറിയ ഡിസ്പ്ലേ, ടച്ച് സ്ക്രീനാണ്. പിന്നെ അങ്ങനെ വളരെ നമുക്ക് പിടിക്കുമ്പോൾ തന്നെ ആ ഒരു ഫീൽ ഉണ്ടല്ലോ, ആദ്യമായിട്ട് DSLR ക്യാമറ കയ്യിൽ വരുമ്പോൾ ഉള്ള ആ ഒരു ഇതൊക്കെ ഭയങ്കര രസമാണിത്. ഇത് ബാറ്ററി നമുക്ക് ഇട്ട് നോക്കാം. അപ്പോൾ 2-3 തവണ ട്രൈ ചെയ്ത് കേട്ടോ. ഞാൻ കട്ട് ചെയ്ത് എടുത്തിടുന്നതാണ്. എന്നിട്ട് ഇതാ മെമ്മറി കാർഡ്, അതിടുന്ന സ്ലോട്ടിലേക്ക് ഡയറക്റ്റ് ഒന്ന് പുഷ് ചെയ്യുമ്പോൾ ടിക്കുന്നൊരു വെച്ചേക്കും, സംഭവം സെറ്റ്. പിന്നെ ഐ പീസ്, അതിൻ്റെ ഒരു ഹുഡാണ്, അത് നമ്മൾ കയറ്റിയിട്ടുമ്പോൾ ആ സംഭവം സെറ്റ്. ഇതൊക്കെ ഒരു 4-5 തവണ ഞാൻ ചെയ്തിട്ടാണ് ഈ സംഭവം ഇങ്ങനെ കയറ്റിയിടുന്നത് കേട്ടോ. നെക്സ്റ്റ് വി ആർ മൂവിങ് ടു ദ ലെൻസ്. സിഗ്മയുടെ f1.4 അപ്പർച്ചറിൽ വരുന്ന ലെൻസാണ് ഞാൻ പർച്ചേസ് ചെയ്തിരിക്കുന്നത്. ആക്ച്വലി 30mm എന്ന് പറയുമ്പോൾ നമുക്ക് ഒരുവിധം വ്ളോഗിങ് കാര്യങ്ങളെല്ലാം നടക്കും. നമുക്ക് അടുത്തുള്ള ഒരുവിധം വൈഡ് ആംഗിൾ കിട്ടും, ഒരുവിധം നമുക്ക് പോർട്രേറ്റ്സ്, നല്ല ഫോട്ടോസൊക്കെ എടുക്കാൻ സാധിക്കും. അപ്പോൾ അതാണ് ഞാൻ ഈ ഒരു ലെൻസ് പർച്ചേസ് ചെയ്യുക. ആക്ച്വലി ക്യാമറയുടെ കൂടെ തന്നെ നമുക്കൊരു ലെൻസ് 35 to 135mm ഒരു ലെൻസ് വരുന്നുണ്ട്. ആ ലെൻസ് ഞാൻ വേണ്ടാന്ന് വെക്കാൻ കാര്യം, അതിനേക്കാളും നല്ല ക്വാളിറ്റി ലെൻസ് നമുക്ക് ഒരെണ്ണം പർച്ചേസ് ചെയ്യണമെങ്കിൽ അതായിരിക്കും ഏറ്റവും യൂസ്ഫുൾ എന്ന് പലരുടെയും റിവ്യൂസ് കണ്ടതുകൊണ്ടാണ് ഞാൻ അങ്ങനൊരു ലെൻസ് എക്സ്ട്രാ സെപ്പറേറ്റ് ആയിട്ട് മേടിക്കുന്നത്. ഇതാണ് നമ്മുടെ ലെൻസ് കയ്യിലേക്ക് വരുമ്പോൾ ഇതിനൊരു ഹുഡും പിന്നെ ആ ലെൻസിൻ്റെ ഒരു കൈക്കകത്ത് പിടിക്കാവുന്ന അത്രയും വലുപ്പമുള്ളൊരു സാധനമാണ് ഈ ലെൻസ് എന്ന് പറയുന്നത്. ഓട്ടോ ഫോക്കസ് വരും. അപ്പം നമുക്കൊരു നല്ലൊരു ബ്ലറും നല്ലൊരു അപ്പേർച്ചറും ഉള്ളൊരു ലെൻസാണ്. ഒരുവിധം നല്ല പോർട്രേറ്റ്സും കാര്യങ്ങളെല്ലാം നമുക്ക് ഇതുകൊണ്ട് എടുക്കാൻ സാധിക്കും. യെസ്, അങ്ങനെ നമ്മുടെ ക്യാമറ സെറ്റായിട്ടുണ്ട്. ഓവറോൾ ഇറ്റ്സ് ലുക്ക് സോ പ്രീമിയം ഇൻ മൈ ഹാൻഡ്. ആക്ച്വലി നല്ലൊരു ഗുഡ് ഫീലാണത് കയ്യിൽ പിടിക്കുമ്പോൾ തന്നെ. ഇത് വരുന്ന പോർട്ടുകൾ HDMI പോർട്ടുണ്ട്, ചാർജിങ് പോർട്ടുണ്ട്, മൈക്രോഫോൺ പോർട്ടുണ്ട്, ഹെഡ്ഫോൺ ജാക്കുണ്ട്. അതൊക്കെയാണ് പ്രധാനപ്പെട്ട പോർട്ടുകളായിട്ട് വരുന്നത്. പിന്നെ ഇവിടെ നമുക്ക് ആക്സസറി ആയിട്ട് മറ്റേ ഫ്ലാഷൊക്കെ പിടിപ്പിക്കാം, അല്ലെങ്കിൽ മൈക്ക് എക്സ്ട്രാ വേണമെങ്കിൽ അവിടെ പിടിപ്പിക്കാം. അതിനുള്ളൊരു ജാക്കാണ് ആ ഒരു പാർട്ട് വരുന്നത്. ഇത് മാനുവൽ ഫോക്കസിന് വേണ്ടിയുള്ള. ആക്ച്വലി മാനുവൽ ഫോക്കസ് നമുക്ക് ഇതിനകത്ത് ഉപയോഗിക്കേണ്ട കാര്യമില്ല. ഓട്ടോ ഫോക്കസ് ഈസ് വെരി ബെറ്റർ ഇൻ സോണി. ആദ്യം ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ അത് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആണ് കാണുന്നത്. ഇതിനെക്കുറിച്ചൊക്കെ പഠിച്ചു വരുന്നേ ഉള്ളൂ. ഓരോ ഡീറ്റെയിൽസൊക്കെ എഴുതാം. വ്ളോഗിങ്ങിനൊക്കെ വേണ്ടി നമുക്ക് അങ്ങനെ തിരിച്ച് പിടിച്ചിട്ടൊക്കെ ഉപയോഗിക്കാനൊക്കെ പറ്റും. വളരെ രസമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഫോട്ടോ എടുക്കാനും സെൽഫി എടുക്കാനും ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും നടക്കുന്നത്. ഇങ്ങനെ ടിൽറ്റ് ചെയ്യാവുന്ന സ്ക്രീനൊക്കെയാണ്. ടച്ച് സ്ക്രീനാണ്. നമ്മളിങ്ങനെ കൈ കൊണ്ടുപോകുമ്പോഴോ അല്ലെങ്കിൽ കണ്ണിൻ്റെ അടുത്തേക്ക് കൊണ്ടുവരുമ്പം ഓട്ടോമാറ്റിക്കലി വ്യൂ ഫൈൻഡർ ഓപ്പൺ ആവും. അതിനകത്തായിരിക്കും നമുക്ക് കാണുന്നത്. ടച്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ അവിടെ പെട്ടെന്ന് ഫോക്കസ് കാണിക്കും. നമുക്ക് എവിടെ വേണമെങ്കിലും ഫോക്കസ് ചെയ്യാം. ടച്ചിൽ തന്നെ ഫോക്കസ് മാറ്റാം. പിന്നെയുള്ള ഈ പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഇൻ ബോഡി ഇമേജ് സ്റ്റെബിലൈസേഷൻ ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ നമുക്ക് നല്ല സ്റ്റെബിലൈസേഷൻ ഓൾറെഡി ക്യാമറയുടെ ബോഡിയിലെ സെൻസർ തന്നെ നമുക്ക് തരുന്നുണ്ട്. പിന്നെ വെരി ഗുഡ് ബാറ്ററി ബാക്കപ്പിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഒരുവിധം സോണിയുടെ നല്ല ക്യാമറകൾ കാണുന്ന മോഡലിലുള്ള അത്രയും തന്നെ ബാറ്ററി ബാക്കപ്പ് ഉണ്ട്. പിന്നെ ഇറ്റ്സ് വാട്ടർ ആൻഡ് ഡസ്റ്റ് റെസിസ്റ്റൻറ്റ്. ഈ പറഞ്ഞ 3-4 ഫീച്ചേഴ്സാണ് ഈ ക്യാമറയിലേക്ക് ഞാൻ പ്രധാനമായിട്ടും എത്താൻ കാരണം. അങ്ങനെ നമ്മുടെ ക്യാമറ സെറ്റാണ് കേട്ടോ. ഇനിയിപ്പോൾ ഇതിലെടുക്കുന്ന വീഡിയോസൊക്കെ ആയിട്ടായിരിക്കും, വീഡിയോ ഫോട്ടോസൊക്കെ ആയിരിക്കും ഈ ചാനലിനെ അങ്ങോട്ട് മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. ഇതുപോലെ ഒരുപാട് നല്ല കണ്ടന്റ്സുമായിട്ട് ഞാൻ വീണ്ടും എത്തും. പ്ലീസ് ടു സപ്പോർട്ട് ആൻഡ് കമന്റ് യുവർ ഒപ്പീനിയൻസ്. താങ്ക് യു. അപ്പോൾ ശരി, ബൈ.